നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വേഗം പറയും. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യം? താനിരിക്കെ, ഞാൻ ദാ വരുന്നു. ഹലോ, നീ എന്തെന്റെ കോള് കട്ടിയത്? എടുത്തല്ലോ. ഇതിനു മുൻപ് ഒരു തവണ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ സ്നേഹ അടുത്തുണ്ടായിരുന്നു. അവൾ അടുത്തുണ്ടെങ്കിലും എന്റെ കോള് കണ്ട എടുത്തിരിക്കണം നീ. അതെങ്ങനെയാ? നീ മധുവിധം ആഘോഷിക്കുന്ന തിരക്കിലല്ലേ? നീ എന്തിനാ ഇപ്പൊ വിളിച്ചത്? എന്നെ കുറ്റപ്പെടുത്താനോ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. പറയാനുണ്ട്. അത് ഫോണിൽ കൂടെ അല്ല, നേരിട്ട്. ഇന്ന് രാത്രി കാണണം നമുക്ക്. ഇന്നോ? ഇന്നൊന്നും പറ്റില്ല. പറ്റണം. രാത്രി നീ എന്റെ അടുത്ത് വരികയും ചെയ്യും, നമ്മൾ കാണുകയും ചെയ്യും. ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്ക്. പഴയതുപോലെ അല്ല. ഇപ്പൊ എന്റെ ഒപ്പം എന്റെ ഭാര്യ കൂടിയുണ്ട്. അവന്റെ ഒരു ഭാര്യ? അപ്പൊ ഞാൻ നിന്റെ ആരാടാ? ദേ, എന്നോട് വേഷം കെട്ട് ഇറക്കിയാലുണ്ടല്ലോ. നിനക്കറിയാലോ ഞാൻ വീണ്ടും എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഇവിടേക്ക് കയറിക്കൂടിയെന്നുള്ളത്. നീ പറയുമ്പോഴൊക്കെ വന്ന് ആരെങ്കിലും കണ്ടാ അതോടെ എല്ലാം തീരും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് കൂടി പുറത്താവും ഞാൻ. അതുകൊണ്ട് ഇന്നൊന്നും വരാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിട്ട് അടങ്ങും, നിനക്കറിയാലോ. നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. അത് നീ കേൾക്കാൻ വേണം, നിന്റെ അഭിപ്രായം പറയുകയും വേണം. എടുത്തുചാടുന്ന നിന്റെ സ്വഭാവമാ. അതുകൊണ്ട് ആപത്തുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നീ ആവശ്യപ്പെടുന്നതേ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട കാര്യമാ. നിനക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ തങ്ങുന്നെന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് നാളെയോ മറ്റന്നാളോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വന്നിരിക്കും, ഉറപ്പ്. ഞാൻ പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രി ധനുഷ് എന്റെ അടുത്തുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിന്റെ പുത്തനച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയാനുള്ളതൊക്കെ അങ്ങ് പറയും. അപ്പോഴും നീ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നോണം. ഞാൻ പറയട്ടെ. ഹലോ ഹലോ ആരെയും പുറത്തുപോയി കാണാന്ന് പറഞ്ഞു. അത് ഞാൻ ഒറ്റയ്ക്കാവൂന്ന് കരുതിയാണേല് ധനുഷ് ഫ്രണ്ടിനെ കാണാൻ പോവാതിരിക്കണ്ട. ആരെയെന്ന് വെച്ചാ പോയി കണ്ടിട്ട് വാ. നീ വാ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാനൊരു ആവശ്യത്തിനായി അവന്തിക മാഡത്തിനെ കാണാൻ വന്നതാ. ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞേ? എന്നിട്ട് ആ മാഡത്തിനെ കണ്ടല്ലോ, ഇനി പോയിക്കൂടെ? പോവാം. അതിനു മുമ്പ് അർച്ചന മാഡത്തിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ?
എന്നോട് എന്ത് കാര്യം പറയാൻ? അതൊക്കെ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഇവിടെ നിന്ന് പറഞ്ഞാ മതി. എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യോ, മറ്റാരെങ്കിലും കേട്ടാ ശരിയാവില്ല. അതാ, പ്ലീസ് അർച്ചന മേഡം ഒന്ന് പുറത്തേക്ക് വരണം. ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. പ്ലീസ്. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? വേഗം പറയേ. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യോ. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യം? അവരുടെ എന്ത് കാര്യം? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യം പറയാനുള്ളത്? അത് ഇവിടുത്തെ കുഞ്ഞ് നിത്യ, ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ കരുതി നീ പോയി കാണുന്നു. നിങ്ങൾ പറയാമെന്ന കാര്യം പറ. ഇവിടുത്തെ കുഞ്ഞിന് ആ, എന്താ നിത്യ, നിങ്ങള് വേറെന്തേലും കാര്യം പറയായിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആദ്യം തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നീ വാ. നിക്ക്. എന്നോട് പറയാമെന്ന കാര്യം ആദ്യം പറ. അത് കഴിഞ്ഞിട്ട് പോയാ മതി. അതൊക്കെ അവള് തിരികെ വന്നിട്ട് പറയൂ അർച്ചന. വേറൊരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിത്യയുടെ സഹോദരിയുടെ മോന്റെ കണ്ണോപ്പറേഷന്റെ കാര്യേ. വന്നേ പറയട്ടെ, വാ. ഇങ്ങോട്ട് കേറ്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല. ഈ കുടുംബത്തോട് ഞാനൊരു തെറ്റ് ചെയ്തു. അത് എനിക്കിവിടെ എല്ലാവരോടും പറയണം. നീ ഇവിടേക്ക് വന്നത് ഇങ്ങനൊരു കുറ്റബോധത്തോടെ അല്ലല്ലോ. കാശും ചോദിച്ചല്ലേ? പിന്നെ എപ്പം മുതലാ പശ്ചാത്താപത്തിന്റെ ഭസ്മം നിന്റെ നാവിൽ നിന്ന് വന്നു തുടങ്ങിയത്? കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോ എത്ര വലിയ സഹായമാ ഞാൻ മാഡത്തിന് ചെയ്തു തന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് മാഡത്തിന് സഹായമായിരുന്നെങ്കിൽ അപ്പോ ഞാൻ ചെയ്തത് വലിയൊരു അപരാധമല്ലേ? ഒരാവശ്യത്തിന് ഞാനൊരു 50,000 രൂപ ചോദിച്ചതാണോ തെറ്റ്? നീ 50,000 രൂപ ചോദിച്ചതില് തെറ്റൊന്നുമില്ല. എനിക്കറിയാം സഹോദരിയുടെ മോന്റെ ഈ അവസ്ഥയാ നിന്നെ ഇതൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചെന്ന്. ആ അവസ്ഥയോർത്ത് ഇനിയിപ്പൊ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.